ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് സാരി കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഈ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ചെയ്തിരിക്കുന്നത് ഫോണ്ടൻറ്റിലല്ല, ഇവിടെ ചോക്ലേറ്റ് കേക്കിലാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ആദ്യം ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അതിനുശേഷം അതിൻ്റെ ഡെക്കറേഷനും നോക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ചുവട് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രം അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. നല്ല ക്ലീനായ ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയെല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനായി വയ്ക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് വെച്ച് അടച്ച് 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് ബേക്കായിട്ടുണ്ടോ എന്നറിയാനായി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കേക്ക് നന്നായി തണുത്തതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇതിന് മുന്നേയുള്ള കേക്കിൻ്റെ വീഡിയോസിലെല്ലാം കാണിക്കുന്നുണ്ട്. ഇനി ഐസിങ് ചെയ്യാം. ടേൺ ടേബിളിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വയ്ക്കാം. കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇടാം. അതിനുശേഷം സെക്കൻഡ് ലെയർ കേക്ക് വയ്ക്കാം. ഇതിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇതിന് മുകളിലും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഇതിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്ത ശേഷം കേക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ കേക്കിൻ്റെ മുകളിലും സൈഡിലുമൊക്കെ നന്നായി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക.
കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡുമെല്ലാം നന്നായി ലെവൽ ചെയ്ത ശേഷം കേക്കിൻ്റെ സൈഡിൽ ഒരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടി ലെവൽ ചെയ്ത് കൊടുക്കുക. സാരി വരയ്ക്കാനായി കേക്കിൽ മാർക്ക് ചെയ്യാം. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ റെഡ് കളർ മിക്സ് ചെയ്താണ് സാരി വരയ്ക്കുന്നത്. റോസ് വരയ്ക്കുന്ന ഈ ഒരു നോസിൽ വെച്ചാണ് സാരി വരയ്ക്കുന്നത്. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ യെല്ലോ കളർ മിക്സ് ചെയ്താണ് സാരിയുടെ ബോർഡറും വളയും നെക്ലേസും ഒക്കെ ചെയ്യുന്നത്. ഈ നോസിൽ വെച്ചാണ് സാരിയുടെ ബോർഡർ കൊടുക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നെക്ലേസ് വരയ്ക്കാനായി മാർക്ക് ചെയ്യാം. സാരിയുടെ ബോർഡർ വരച്ച അതേ നോസിൽ വെച്ച് തന്നെയാണ് നെക്ലേസും വരയ്ക്കുന്നത്. കമ്മലും കൂടി വരയ്ക്കാം. ഗ്ലാസിൻ്റെ അറ്റത്ത് കുറച്ച് ക്രീം ആക്കിയ ശേഷം വള വരയ്ക്കാനായി മാർക്ക് ചെയ്യാം. നെക്ലേസ് ഒക്കെ വരച്ച അതേ നോസിൽ വെച്ച് തന്നെയാണ് വളയും വരയ്ക്കുന്നത്. ഈ നോസിൽ വെച്ചാണ് ഫ്ലവർ വരയ്ക്കുന്നത്. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ മിക്സ് ചെയ്തെടുത്താണ് ലീഫ് വരച്ചു കൊടുക്കുന്നത്. സാരി വരച്ച അതേ ക്രീം മറ്റൊരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായി കട്ട് ചെയ്തിട്ടാണ് വളയിലും നെക്ലേസിലുമൊക്കെ സ്റ്റോൺ പോലെ ചെയ്തു കൊടുക്കുന്നത്. സാരി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.